ഹായ് ഡിയേഴ്സ്, ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനു വേണ്ടി എല്ലാം കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഉള്ളി വളരെ നേരിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ക്യാരറ്റും തക്കാളിയും അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി ഓരോ പിടിയാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളക് ഒരു 8 എടുത്തിട്ടുണ്ട്. അതുപോലെ ചിക്കൻ പീസിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല ഇതൊക്കെ മിക്സ് ചെയ്ത് ഉപ്പും മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചതിന് ശേഷം പൊരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും മിക്സ് ചെയ്തതിന് ശേഷം ആദ്യം തന്നെ അണ്ടിപ്പരിപ്പും അതിന് ശേഷം മുന്തിരിയും നമ്മളൊന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വറുത്തെടുക്കണം. എന്നിട്ട് അതേ എണ്ണയിൽ തന്നെ നമുക്ക് ഉള്ളി ഒന്ന് ചോപ്പിച്ചെടുക്കണം. നല്ലോണം എണ്ണ ഒഴിക്കണം, എന്നാലും ഉള്ളി നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭംഗിയില്ലാത്ത രീതിയിൽ മാത്രമേ അത് കിട്ടുള്ളൂ. അപ്പം നല്ലോണം എണ്ണ ഒഴിക്കണം. ചിക്കൻ ഒരു ഭാഗം ഏകദേശം മുരിഞ്ഞ് വന്നതിന് ശേഷം മറിച്ചിട്ടിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി റെഡി ആകുന്നുണ്ട്. ഇത് നെയ്ച്ചോറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നെയ്യും വെളിച്ചെണ്ണയും മിക്സ് ആക്കിയതിന് ശേഷം പട്ട, ഗ്രാമ്പു, ഏലക്കായ ഒന്ന് ഇട്ടതിന് ശേഷം നമ്മൾ അതിൽ കഴുകി ഊറ്റി വെച്ച അരി ഇട്ടതിന് ശേഷം നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം അത് ബിരിയാണിയുടെ റൈസ് തയ്യാറാക്കി എടുക്കണം. അതിനുശേഷം മസാലയാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. ഇതൊരു പ്രത്യേക വീഡിയോ ആയിട്ട് ഇടുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഓർഡറിലൊന്നും ഇല്ലാത്തത്. ആദ്യം തന്നെ നെയ്യും വെളിച്ചെണ്ണയും മിക്സ് ചെയ്തെടുത്ത് അതിൽ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാക്കിയതും മല്ലിയിലയും പുതിനയിലയും പേസ്റ്റാക്കിയത് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഉള്ളി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം തക്കാളിയും ക്യാരറ്റ് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ചിക്കൻ മസാല അതിൻ്റെ കിട്ടുമല്ലോ പാക്കറ്റായിട്ട്, അത് പൊടിച്ചതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് വറ്റി വരുമ്പോൾ നമ്മൾ നേരത്തെ പൊരിച്ച് തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഒന്ന് ചേർത്ത് അടച്ച് വെച്ച് ഉപ്പും ചേർത്ത് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് മല്ലിയിലയും ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ ഇതെല്ലാം കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ലെയറായിട്ട് മസാലയും ചോറും അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ മല്ലിയിലയും ഈ കിസ്മിസൊക്കെ വറുത്തെടുത്തതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ദം ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളി ചിക്കൻ ബിരിയാണി റെഡി.